ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇന്ന് നമ്മൾ പത്രവാർത്തകളെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ക്ലാസ് ആണ്. ആദ്യമായിട്ട് നമ്മൾ ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങളാണ് നോക്കുന്നത്. ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ 2023 നോക്കുന്നത്. അതിൽ മികച്ച നടന് കിട്ടിയിട്ടുള്ളത് 2 പേർക്കാണ്. പുരസ്കാരം മികച്ച നടന് കിട്ടിയത് വിക്രാന്ത് മാസി, 12th ഫെയിൽ എന്ന സിനിമയ്ക്ക് വിക്രാന്ത് മാസിക്ക്. അതുപോലെ തന്നെ ഷാരൂഖ് ഖാന് ജവാൻ എന്ന സിനിമയ്ക്കുമാണ് കിട്ടിയത്. മികച്ച നടി ആരാണ്? റാണി മുഖർജിയാണ്. മിസ്സിസ് ചാറ്റർജി വേഴ്സസ് നോർവേ എന്ന സിനിമയ്ക്കാണ് മികച്ച നടിക്ക് കിട്ടിയത്, പുരസ്കാരം ലഭിച്ചത്. മികച്ച സിനിമ ഏതാണ്? 12th ഫെയിൽ ആണ്. അപ്പോൾ 12th ഫെയിലിന് 2 പുരസ്കാരമാണ് ലഭിച്ചത്. ഒന്ന് മികച്ച നടന് വിക്രാന്ത് മാസിക്ക് കിട്ടി. അതുപോലെ തന്നെ മികച്ച സിനിമ ഏത് തന്നെയാണ്? 12th ഫെയിൽ ആണ്. 12th ഫെയിലിന്റെ സംവിധാനം ആരാണ്? വിധു വിനോദ് ചോപ്രയാണ്. വിധു വിനോദ് ചോപ്ര. മികച്ച സംവിധായകന് കിട്ടിയത് സുദീപ്തോ സെൻ ആണ്. സുദീപ്തോ സെൻ ആണ് മികച്ച സംവിധായകന് കിട്ടിയത്. കേരള സ്റ്റോറി എന്ന ഫിലിമിനാണ് കിട്ടിയത്. ഈ നോൺ ഫീച്ചർ വിഭാഗം മികച്ച ശബ്ദ രൂപകൽപ്പന മലയാളികളായ സച്ചിൻ സുധാകരൻ, ഹരിഹരൻ മുരളീധരനാണ് കിട്ടിയത്. ചിത്രം ആനിമലാണ്. അപ്പം മികച്ച ശബ്ദ രൂപകൽപ്പനയ്ക്ക് കിട്ടിയത് മലയാളികളായ സച്ചിൻ സുധാകരൻ, ഹരിഹരൻ മുരളീധരനുമാണ് കിട്ടിയത്. ചിത്രം ആനിമൽ എന്ന ചിത്രത്തിനാണ് കിട്ടിയത്. അടുത്തത് മികച്ച സഹതാരങ്ങളെയാണ് പറയുന്നത്. മികച്ച സഹനടന്മാരാരൊക്കെയാണ്? മുത്തുപ്പെട്ടി സോമു ഭാസ്കർ, തമിഴ് നടനാളൻ മുത്തുപ്പെട്ടി സോമു ഭാസ്കർ. ചിത്രം പാർക്കിങ്. അതുപോലെ നമ്മുടെ മലയാളികളുടെ അഭിമാനമായ വിജയരാഘവന് കിട്ടിയിട്ടുണ്ട്. ചിത്രം പൂക്കാലമാണ്. അപ്പം മികച്ച സഹനടൻ ഉള്ള പുരസ്കാരങ്ങൾ ലഭിച്ച 2 പേർക്കാണ്. മുത്തുപ്പെട്ടി സോമു ഭാസ്കർ, തമിഴ് നടനാണ്. ചിത്രം പാർക്കിങ്. വിജയരാഘവൻ, ചിത്രം പൂക്കാലം. ഇനി മികച്ച സഹനടിമാർ അതുപോലെ 2 പേർക്കാണ് കിട്ടിയിട്ടുള്ളത്. ജാനകി ബോദിവാല, ചിത്രം വാശാണ്, ഗുജറാത്തി ഫിലിമാണ്. ഉർവശിക്ക് കിട്ടിയിട്ടുണ്ട്. ഉള്ളൊഴുക്ക് എന്ന സിനിമയ്ക്കാണ് കിട്ടിയത്. അപ്പം ഉർവശിക്ക് 2ാമത്തെ അവാർഡാണ് കിട്ടുന്നത്. ദേശീയ അവാർഡ് 2ാമത്തെ അവാർഡാണ് കിട്ടുന്നത്. 2006 ആദ്യമായിട്ട് കിട്ടുന്നത് ദേശീയ അവാർഡ് കിട്ടുന്നത്. മികച്ച സഹനടിക്ക് അച്ചുവിൻ്റെ അമ്മ എന്ന ഫിലിമിനാണ് കിട്ടുന്നത്. അപ്പം 2ാമത്തെ ജൂറി ചെയർമാനായിരുന്നത് അശുതോഷ് ഗവാരിക്കറാണ്. അശുതോഷ് ഗവാരിക്കറുടെ നേതൃത്വത്തിലുള്ള ജൂറിയാണ് തിരഞ്ഞെടുത്തത്. 11 അംഗ വിധി നിർണയ സമിതിയാണ് അവാർഡ് തിരഞ്ഞെടുത്തത്. മലയാളി സംവിധായകൻ പ്രദീപ് നായർ ജൂറിയിൽ അംഗമായിരുന്നു. മലയാളി സംവിധായകനായിട്ടുള്ള പ്രദീപ് നായർ ജൂറിയിൽ അംഗമായിരുന്നു. ഇനി മലയാളത്തിൽ കിട്ടിയ അവാർഡുകൾ ഒന്നുകൂടെ പറയാം. മികച്ച സഹനടൻ വിജയരാഘവനാണ്, ചിത്രം പൂക്കാലം. സഹനടി ഉർവശിയാണ്. ഉർവശിക്ക് കിട്ടിയത് ഉള്ളൊഴുക്ക് എന്ന സിനിമയ്ക്കാണ്. മികച്ച മലയാള ചിത്രം എന്ന അവാർഡ് ഏതാണ്? ഉള്ളൊഴുക്കിനാണ് കിട്ടിയത്. മികച്ച മലയാള ചിത്രം ഉള്ളൊഴുക്ക്. സംവിധായകൻ ക്രിസ്റ്റോ ടോമിയാണ്. ഉള്ളൊഴുക്കിന്റെ സംവിധായകൻ ആരാണ്? ക്രിസ്റ്റോ ടോമിയാണ്. മികച്ച മലയാള സിനിമയായിട്ട് തിരഞ്ഞെടുക്കുന്നത് ഉള്ളൊഴുക്കാണ്. സംവിധായകൻ ക്രിസ്റ്റോ ടോമിയാണ്. ഇനി മികച്ച പ്രൊഡക്ഷൻ ഡിസൈനർ ആരാണ്? മോഹൻദാസ് ആണ്. 2018 എന്ന ഫിലിമിനാണ് കിട്ടിയത്. മികച്ച പ്രൊഡക്ഷൻ ഡിസൈനർ ആയിട്ടുള്ളത് മോഹൻദാസ് ആണ്, 2018. മികച്ച എഡിറ്റർ ആരാണ്? മിഥുൻ മുരളിയാണ്. പൂക്കാലം എന്ന സിനിമയ്ക്കാണ്. ആ പൂക്കാലം എന്ന സിനിമയ്ക്ക് 2 അവാർഡാണ് കിട്ടിയത്. ഒന്ന് വിജയരാഘവന് കിട്ടി, മികച്ച സഹനടനുള്ള. ഇപ്പം മികച്ച എഡിറ്റർ മിഥുൻ മുരളിയും പൂക്കാലം എന്ന സിനിമയ്ക്കാണ്. ഇനി പ്രത്യേക പരാമർശം നോൺ ഫീച്ചർ ഫിലിമിന് കിട്ടിയത് നെക്കൽ ക്രോണിക്കിൾ ഓഫ് ദി പാഡിമാൻ എന്ന സിനിമയ്ക്കാണ്. നമ്മൾ അടുത്ത വാർത്തകളോട്ടാണ് പോകുന്നത്. പത്രവാർത്തകളെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ക്ലാസ്സാണ്. അപ്പോൾ ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ ഒന്നുകൂടെ നോക്കാം. നിങ്ങൾ വീഡിയോ കണ്ടിട്ട് നോട്ട് എഴുതിയെടുക്കാം. ഇനി 70ലേറെ രാജ്യങ്ങൾക്ക് പുതിയ തീരുവ പ്രഖ്യാപിച്ച് ട്രംപ്. 70 രാജ്യങ്ങൾക്ക് പുതിയ പകര ചുങ്കം പ്രഖ്യാപിച്ച് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇന്ത്യക്ക് 25% തീരുവ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ആഗസ്റ്റ് 7 പ്രാബല്യത്തിൽ വരുന്നത്. അപ്പം നിലവിൽ US കപ്പലുകളിൽ പുറപ്പെട്ടതോ ആഗസ്റ്റ് 7 മുൻപ് പുറപ്പെടാനായി കയറ്റിയിരിക്കുന്നതോ ആയ ഇന്ത്യൻ ചരക്കുകൾക്ക് തീരുവ ബാധകമല്ല. അപ്പം നമുക്ക് 25% തീരുവ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. US നിന്ന് F-35 യുദ്ധവിമാനം വാങ്ങാനുള്ള പദ്ധതി അതുകൊണ്ട് കേന്ദ്ര സർക്കാർ ഉപേക്ഷിച്ചിരിക്കുകയാണ്. ഇനി നീണ്ട 13 വർഷത്തിന് ശേഷം ഇന്ത്യൻ ഫുട്ബോൾ ടീമിന് ഇന്ത്യക്കാരനായ പരിശീലകൻ. നല്ലൊരു ക്വസ്റ്റ്യൻ തന്നെയാണ്. നീണ്ട 13 വർഷത്തിന് ശേഷമാണ് ഇന്ത്യൻ ഫുട്ബോൾ ടീമിന് ഇന്ത്യക്കാരനായ ഒരു പരിശീലകൻ വരുന്നത്. സ്ഥാനമൊഴിഞ്ഞ മനോള മാർക്യസിന്റെ പിൻഗാമിയായ അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ജംഷഡ്പൂർ FC കോച്ച് ഖാലിദ് ജലീമിനെ ദേശീയ ടീമിന്റെ പരിശീലകനായി പ്രഖ്യാപിച്ചു. അപ്പോൾ ഇന്ത്യൻ ഫുട്ബോൾ ടീമിന്റെ പരിശീലകനായ ഇന്ത്യക്കാരനാരാണ്? ഖാലിദ് ജമീലാണ്. ഖാലിദ് ജമീൽ. 13 വർഷത്തിന് ശേഷമാണ് ഇന്ത്യൻ ഫുട്ബോൾ ടീമിന് ഇന്ത്യക്കാരനായ പരിശീലകൻ വരുന്നത്. പേര് ഖാലിദ് ജമീലാണ്. ഖാലിദ് ജമീൽ. ഇനി 12th ഫെയിൽ ഇപ്പോൾ അവാർഡ് കിട്ടിയ മികച്ച സിനിമയ്ക്കുള്ള അവാർഡ് 12th ഫെയിൽ യഥാർത്ഥത്തിലൊരു നടന്ന സംഭവം തന്നെയാണ്. അപ്പോൾ അതിൽ യഥാർത്ഥ നായകൻ ആരാണ്? യഥാർത്ഥ നായകൻ മനോജ് കുമാർ ശർമ്മയാണ്. മനോജ് കുമാർ ശർമ്മ. അപ്പം മികച്ച ചിത്രം, മികച്ച നടൻ തുടങ്ങി ദേശീയ അവാർഡ് പ്രഖ്യാപനത്തിൽ മിന്നുന്ന പ്രകടനം കാഴ്ചവെച്ച 12th ഫെയിൽ യഥാർത്ഥ ജീവിതകഥയെ ആധാരമാക്കി ഒരുക്കിയ സിനിമയാണ്. IPS ഉദ്യോഗസ്ഥനായ മനോജ് കുമാർ ശർമ്മ എന്ന നായകന്റെ ജീവിതത്തിനുള്ള ആദരവ് കൂടിയാണ്. അപ്പോൾ ആരാണ്? മനോജ് കുമാർ ശർമ്മ എന്ന
നായകൻ്റെ ജീവിതത്തിലുള്ള ആദരവ് കൂടിയാണ് 12th ഫെയിൽ എന്ന സിനിമയ്ക്ക് കിട്ടിയത്. അതിൽ അദ്ദേഹം 2014 മനോജ് കുമാർ ശർമ്മയുടെ ജീവിതത്തെ ആധാരമാക്കി 2019 അനുരാഗ് പഥക് എഴുതിയ നോവലാണ് വിധു വിനോദ് ചോപ്ര സംവിധാനം ചെയ്ത 12th ഫെയിൽ എന്ന സിനിമ. അപ്പം മനോജ് കുമാർ ശർമ്മയുടെ ജീവിതത്തെ ആധാരമാക്കി 2019 അനുരാഗ് പഥക് എഴുതിയ നോവലാണ് വിധു വിനോദ് ചോപ്ര സംവിധാനം ചെയ്ത 12th ഫെയിൽ എന്ന സിനിമ. 1977 മധ്യപ്രദേശിലെ മൊറേന ജില്ലയിലെ സിൽഗാവിലാണ് മനോജ് ശർമ്മ ജനിച്ചത്. സാമ്പത്തികമായി ബുദ്ധിമുട്ടുള്ള കുടുംബത്തിൽ വളർന്ന ശർമ്മ പഠനത്തിൽ അത്ര മിടുക്കനായിരുന്നില്ല. +2 ഹിന്ദി ഒഴികെയുള്ള എല്ലാ വിഷയങ്ങളിലും അദ്ദേഹം പരാജയപ്പെട്ടിരുന്നു. അദ്ദേഹത്തിൻ്റെ ജീവിത കഥയാണ് ഈ സിനിമയിലൂടെ കാണിക്കുന്നത്, 12th ഫെയിൽ എന്ന സിനിമയിലൂടെ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇനി അടുത്ത നോക്കാം. ജി ദേവരാജൻ പുരസ്കാരം. ജി ദേവരാജൻ പുരസ്കാരം ആർക്കൊക്കെയാണ് കിട്ടിയത്? കൈതപ്രത്തിനും പ്രിയദർശനുമാണ് ജി ദേവരാജൻ പുരസ്കാരം ലഭിച്ചത്. കൈതപ്രത്തിനും അതുപോലെ തന്നെ പ്രിയദർശനുമാണ് ജി ദേവരാജൻ പുരസ്കാരം ലഭിച്ചത്. 25,000 രൂപയും കാനായി കുഞ്ഞിരാമൻ രൂപകൽപ്പന ചെയ്ത ശില്പവുമാണ് പുരസ്കാരം. ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞിരിക്കുകയാണ്. ഓക്കെ, താങ്ക് യു.